രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഭാര്യയുടെ അപേക്ഷയനുസരിച്ച് സഹപാഠിയായ കൃഷ്ണനെ കാണാൻ കുചേലൻ പുറപ്പെടുന്ന ഭാഗമാണ് ഇവിടെ ചൊല്ലുന്നത്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ, സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കലിഭവുമാമിലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണവാളനൊക്കെയുമാകും. മലങ്കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു, മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമിരുട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും അപ്രൂതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലങ്കക്ഷ കുതൂഹലം കൂടയുമെടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി. ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പൂതം ചെയ്തു കുചേലൻ. ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു.